നമ്മൾ വിചാരിച്ച പോലെയില്ലാത്ത ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ നല്ല പരസ്പര സ്നേഹം കേട്ടോ. ആ അത് ശരിയാ വരികേട്ടോ. എന്തായാലും നമ്മള് വന്നില്ലേ, കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നാലോ? പെരുന്നാളിന്റെ കാഴ്ചകൾ കണ്ട് മതിയായിട്ടില്ല, അതുകൊണ്ടാ. ഞാനാണ് എന്നോട് പറയായിരിക്കും. ഇല്ല പായ വിട്ട് സ്നേഹവും വിവേകവും ദൈവം നമുക്ക് തന്നിരിക്കുന്ന വരങ്ങളാണ്. ഇവ രണ്ടും വേണ്ട പോലെ ഉപയോഗിച്ചാൽ നമുക്ക് ദൈവത്തിനെ കണ്ടെത്താം. നമുക്കുള്ളിൽ ഈ ഗുണങ്ങളുണ്ടെങ്കിലും നാം അവയെ പലപ്പോഴും ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാത്ത കണ്ണുകൾ സ്വയം നശിക്കും. ആ നാശം നമ്മുടെ നാട്ടിലും വീട്ടിലും ആപത്ത് വിതയ്ക്കും. സ്നേഹം സ്നേഹം. അമ്മേ, സ്നേഹം എന്ന് പറഞ്ഞ എന്താ? സ്നേഹം എന്ന് പറഞ്ഞാലേ അമ്മയ്ക്ക് അപ്പൂനോടുള്ള പോലെ, അപ്പൂന് അമ്മയോടുള്ള പോലെ, അതാണ് സ്നേഹം. അപ്പോ സ്നേഹം നമുക്ക് കാണാൻ പറ്റുമോ? കാണാം, അനുഭവിക്കാം, ആസ്വദിക്കാം കുട്ടാ. അതെ, അമ്മ പറയണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടാ. അമ്മ ഒരു കഥ പറയാം, അത് കേട്ടാ എൻ്റെ മോനെ എല്ലാം മനസ്സിലാവും കേട്ടോ. മാസിഡോണിയയിലെ ഗ്രീക്ക് രാജാവായിരുന്നു മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. 32 വയസ്സിനുള്ളിൽ ലോകം മുഴുവൻ കീഴടക്കിയ യുദ്ധത്തിൽ ഒരിക്കൽ പോലും തോൽക്കാത്ത ആ പോരാളി പക്ഷെ ഒരിക്കൽ തോറ്റുപോയി. മരണം എന്ന ആ വലിയ സത്യത്തിന് മുന്നിൽ. പ്രഭു, അങ്ങിനി 8 നാഴിക മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കൂ. മരണം അങ്ങയുടെ അടുത്തെത്തിയിരിക്കുന്നു. വെറും 8 നാഴിക മാത്രം അല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്റെ മരണം ഒരു 12 നാഴിക അപ്പുറത്തേക്ക് നീട്ടിവെക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന ഔഷധത്തിന് സാധിക്കുന്നു എങ്കിൽ എന്റെ സകല സമ്പാദ്യങ്ങളും ഞാൻ വെട്ടിപ്പിടിച്ച് കീഴടക്കിയ എല്ലാ രാജ്യങ്ങളും നിങ്ങളുടെ കാൽക്കീഴിൽ ഞാൻ അടിയറ വയ്ക്കാം. ലോകം മുഴുവൻ കീഴടക്കിയ ഈ അലക്സാണ്ടർ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വെറും 12 നാഴിക മാത്രം. ക്ഷമിക്കേണ്ടത് ലോകത്തിലെ ഒരാൾക്കും ഒരൗഷധത്തിനും അങ്ങയുടെ മരണത്തിലേക്കുള്ള സമയം ദീർഘിപ്പിക്കാനാവില്ല. മരിക്കാൻ എനിക്ക് ഭയമുണ്ടായിട്ടല്ല. ഈ ഭൂമിയിൽ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമെന്ന സത്യം ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടും ആ സ്നേഹങ്ങളെ അനുഭവിച്ചിട്ടും ഇപ്പോൾ എന്നെ ഒരു നോക്ക് കാണാൻ കൊതിച്ചുകൊണ്ട് ഒരുപാട് ദൂരെ നിന്നും എൻ്റെ അമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 12 നാഴിക സമയമെടുക്കും അമ്മയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ. അതിനു വേണ്ടിയാണ്, അതിനുവേണ്ടി മാത്രമാണ് എൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി മാത്രം. മരിച്ചു കഴിഞ്ഞാൽ തന്റെ ശവമഞ്ചം ചുമന്നുകൊണ്ടു പോകുന്ന വഴിയരികിൽ നാളിതുവരെയായി താൻ നേടിയ പണവും രത്നങ്ങളും സ്വർണവുമെല്ലാം നിരത്തിയിടണമെന്നും തന്റെ ഒഴിഞ്ഞ കൈകൾ കൊണ്ടും ശവപ്പെട്ടിക്ക് പുറത്തേക്ക് എല്ലാവരും കാണും വിധം തൂക്കിയിടണമെന്നും തന്റെ സൈനികർക്ക് അലക്സാണ്ടർ മരിക്കുന്നതിന് മുമ്പേ ഉത്തരവ് നൽകിയിരുന്നു. താൻ നേടിയ ധനവും രത്നങ്ങളും പണവുമൊന്നും തനിക്കൊന്നും നേടിത്തന്നില്ല എന്ന് കാണിക്കാനാണ് അവയെല്ലാം വഴിയരികിൽ നിരത്തിയിടാൻ പറഞ്ഞത്. എത്ര വിജയങ്ങൾ നേടിയിട്ടും എന്തെല്ലാം സമ്പാദിച്ചിട്ടും ശൂന്യമായ കൈകളോടെയാണ് ഇവിടം വിടേണ്ടി വരുന്നത് എന്ന ജീവിതത്തിന്റെ നിരർത്ഥകത ജനത്തിന് ബോധ്യപ്പെടുത്താനായിരുന്നു ഇത്. നമുക്ക് വേണ്ടി നാം സമ്പാദിക്കുന്നതല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി
നാം ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കൂ എന്ന് അലക്സാണ്ടർ എന്ന ചക്രവർത്തി ഈ ലോകത്തിന് വെളിപ്പെടുത്തി തന്നു. മോനെ, സ്നേഹിക്കാതെ കടന്നു പോകുന്നതാണ് ജീവിതത്തിലെ വലിയ ദുഃഖം. എന്നാൽ സ്നേഹിക്കുന്നവരോട് അത് പ്രകടിപ്പിക്കാതെ പോകുന്നതാണ് അതിലേറെ ദുഃഖം. ഓ വന്നോ? നിങ്ങൾ ഇന്ന് കുടിച്ചുവല്ലേ? നോക്കിക്കോ, ഇത് നമ്മുടെ ജീവിതം തകർക്കും. കേട്ടോളെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. നീ ആരാടി എന്നോട് ചോദിക്കാൻ? എന്റെ ഈശോയെ, എന്തൊരു ദ്രോഹിയവൻ! ഇവനൊന്നും മനസാക്ഷി ഇല്ലേ? മദ്യപാനിയുടെ മനസ്സും ശരീരവും ചെകുത്താന്റെ വാസസ്ഥല. ലഹരിക്കടിമ നരകത്തിന് ഉടഞ്ഞ കുഞ്ഞറോത്തെ. നമ്മുടെ നാടിപ്പോ ചെകുത്താൻ വിളയാടുന്ന നരകല്ലേ? ഡാ നോക്കിയേ. തെരുവിൽ പ്രസംഗിക്കും അല്ലടാ സുഹൃത്തെ, ഈ നാട്ടിലെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയാണെങ്കിലേ തെരുവിലെല്ലാം കുരച്ചുകൊണ്ട് ഓടി നടക്കുന്ന ചാവാലി പട്ടിയെ തല്ലിക്കൊല്ലാൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സ്വാതന്ത്ര്യം. തല്ലിക്കൊല്ലവനെ. കണ്ടില്ലേ, മൃഗങ്ങളെക്കാളും കഷ്ട മനുഷ്യര്. മൃഗങ്ങള് വേട്ടയാടുന്നത് വിശപ്പ് മാറ്റാനാ, മനുഷ്യനോ അധികാരത്തിനും സമ്പത്തിനും വേണ്ടിയിട്ടാ. കഴിഞ്ഞിട്ടില്ല കാഴ്ചകള്. ദേ ദേ കണ്ടോ കണ്ടോ. ഈ കാട്ടിൽ മുഴുവൻ നല്ല മരങ്ങളാണ്. ഇതൊക്കെ നമുക്ക് വെട്ടി വിറ്റ് കാശാക്കണം. തുടങ്ങടാ. സുഹൃത്തെ, ദയവ് ചെയ്ത് ഈ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കരുത്. ഇത് ഞങ്ങളുടെ വാസസ്ഥലം. ഞങ്ങൾ ഇതെല്ലാം വെട്ടും. പിന്നെ ഇവിടുത്തെ കുന്നും മരങ്ങളും എല്ലാം ഇടിച്ച് ആ മണ്ണെല്ലാം ഞങ്ങൾ വിൽക്കും. ഇവിടുത്തെ പുഴയിലെ മണലെല്ലാം ഞങ്ങൾ വാരിയെടുക്കും. കാരണം ഈ ഭൂമി ഞങ്ങളുടേതാ. നിങ്ങൾ മനുഷ്യരുടെ മാത്രം. നിങ്ങൾക്ക് മാത്രല്ല, എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാ ഈ ഭൂമി. അതിങ്ങനെ നശിപ്പിക്കരുതേ. അധികം വർത്താനം പറയാതെ പറന്ന് രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ നിനക്കൊന്നും ഇനി ആയുസുണ്ടാവില്ല. ഇല്ല, ഞങ്ങൾ എങ്ങോട്ട് പോകും? എങ്ങോട്ട് പോകും ഞങ്ങൾ? എല്ലായിടത്തും നിങ്ങൾ മനുഷ്യരില്ലേ? ഈ ലോകം മുഴുവൻ നിങ്ങൾ നശിപ്പിക്കുകയല്ലേ? എങ്ങോട്ട് പോകും ഞങ്ങൾ? എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? നിങ്ങൾക്ക് ആവോളം തണലും കാറ്റും ഞാൻ തന്നില്ലേ? വിശപ്പകറ്റാൻ പഴങ്ങൾ തന്നില്ലേ? നിങ്ങളുടെ വീടുകൾ നശിക്കാതിരിക്കാൻ വേണ്ടി മലയിൽ നിന്നും കുത്തൊലിച്ചു വന്ന മണ്ണിനെയും വെള്ളത്തിനെയും ഞാൻ എൻ്റെ വേരുകൾ കൊണ്ട് തടഞ്ഞു നിർത്തിയില്ലേ? ഇലകൾ പൊടിച്ചും കാറ്റിൽ അടിപതറാതെ നിന്നും നിങ്ങളെ ഞാൻ സംരക്ഷിച്ചില്ലേ? എന്നിട്ടും നിങ്ങൾ മനുഷ്യർ ഇത്ര നന്ദിയില്ലാത്തവരായി പോകെ. സ്നേഹവും ജീവിതവും രണ്ടല്ല, മറിച്ച് ഒന്നാണ്. സ്നേഹത്തിന്റെ മാധ്യമമില്ലാത്ത ജീവിതം ചുട്ടുപഴുത്ത മരുഭൂമിയെ പോലെയാണ്. വിട്ടുപിരിയാതെ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന വാക്കും അർത്ഥവും പോലെയാണ് ജീവിതവും സ്നേഹവും.
അതിനാൽ ജീവിതത്തിൽ സ്നേഹത്തെയാണ് നാം വളർത്തിയെടുക്കേണ്ടത്. ഇതിലൂടെ നാം നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല സമൂഹത്തിലും ശാന്തി നിലനിർത്തും. അങ്ങനെ ശാന്തിക്കും അറിവിനും അതിലൂടെ സ്നേഹത്തിനും വേണ്ടി പോരാടിയ ഒരു പെൺകുട്ടിയുണ്ട്. അവൾ മലാല യൂസഫ്സായി. പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിനെതിരെയുള്ള തീവ്രവാദികളുടെ നിരോധനത്തിനെതിരെ തൻ്റെ തൂലിക പടവാളാക്കിയ ഒരു പെൺകുട്ടി. എന്റെ പ്രിയ സഹോദരിമാരെ, അറിവിന് അജ്ഞതയുടെ അന്ധകാരത്തെ നീക്കുവാൻ കഴിയും. ഈ അന്ധകാരം നീങ്ങിയാൽ പരസ്പര സ്നേഹവും സാഹോദര്യവും സമാധാനവും നേടാൻ നമുക്ക് കഴിയും. ഇതെല്ലാം നേടുന്നതിനായി നമുക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, വിദ്യാഭ്യാസം കൂടിയേ തീരും. പേനയ്ക്കും പുസ്തകത്തിനും അറിവിനും വാളിനേക്കാളും തോക്കുകളെക്കാളും ശക്തിയുണ്ട്. തോക്കിൻ കുഴലിലൂടെ ഒരിക്കലും സമാധാനം ഉണ്ടാക്കുവാൻ കഴിയില്ല എന്ന് തീവ്രവാദത്തിലൂടെ പോരാടുന്നവർക്ക് അറിയില്ല. വേണ്ട മലാല, അങ്ങനെയൊന്നും സംസാരിക്കണ്ട. അവരറിഞ്ഞ നിന്നെ കൊന്നുകളെ. അവർക്ക് എൻ്റെ ശരീരത്തിലേക്ക് വെടിയുണ്ടകൾ അയക്കുവാൻ കഴിഞ്ഞേക്കും. പക്ഷേ എന്നിലൂടെ ലഭിച്ച അറിവ് എന്ന മഹാശക്തിയെ തച്ചുടയ്ക്കാൻ ഒരിക്കലുമാകില്ല. നമുക്കെതിരെ അറിവിന്റെ പോരാട്ടം നയിക്കുന്നവൾ. എന്റെ പുണ്യാളന്മാരെ, ആ പൊന്നു മോൾക്കൊന്നും വരുത്തരുതേ. നീ ഒന്ന് ആവലാതിപ്പെടാതിരിക്കുന്നുണ്ട് കുഞ്ഞുറോത്തെ. അതിന്റെ ജീവന് വേണ്ടി കർത്താവിനോട് നമുക്ക് അപേക്ഷിച്ചൂടെ? There's a place in your heart, and I know that it is love. And this place is much brighter than tomorrow. And if you really try, you'll find there's no need to cry. In this place, well, there's no hurt or sorrow. There are ways to get there if you care enough for the living. Make a little space, make a better place.
സ്നേഹവായ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി മലാല യൂസഫ്സായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 2014 വെറും 16 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന മലാലയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. നോബൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മലാല യൂസഫ്സായി. എല്ലാ പുണ്യാളന്മാർക്കും സ്തുതി. എന്റെ മോളെ ജീവനോടെ തന്നൂലോ. കുഞ്ഞുറോട്ടെ, ദൈവം കരുണീളോന ചിന്നേനകറ്റി നന്മയുടെ വെളിച്ചം ഭൂമിയിൽ ഉണ്ടാവാനേ മാലാകമാരെ സൃഷ്ടിച്ചു. നല്ല പ്രവൃത്തികൾ ചെയ്യാനും ഭൂമിയിൽ സ്നേഹവും സഹോദര്യവും പിന്നെ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവാനും ദൈവത്തിന്റെ നാമം പ്രകീർത്തിക്കാനും മനുഷ്യരെ സൃഷ്ടിച്ചു. ആ മഹാന്മാരെയും മഹത്തുകളെ ഒക്കെ കുറിച്ച് അറിയോ നിനക്ക്? ഇല്ലെങ്കിൽ കണ്ടോ ആ കൈലാസ് സത്യാർത്ഥി 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനാർഹനായ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. കുട്ടികളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ബാലവേലയ്ക്കെതിരെ രൂപീകരിച്ച ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ കൂടിയാണ് ഈ മഹത് വ്യക്തി. APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു APJ അബ്ദുൽ കലാം. പ്രശസ്ത മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു അദ്ദേഹം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിൻ്റെയും ബാലിസ്റ്റിക് മിസൈലിൻ്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അബ്ദുൽ കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒരു സാങ്കേതിക വിദ്യാ വിദഗ്ധൻ മാത്രമായിരുന്നില്ല, രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. അഴിമതി വിരുദ്ധ ഇന്ത്യ സൃഷ്ടിക്കുവാനായി യുവജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ദൗത്യവും അദ്ദേഹം ഏറ്റെടുത്തിരുന്നു. മദർ തെരേസ അൽബേനിയയിൽ ജനിച്ച് ഇന്ത്യ പ്രവർത്തന കേന്ദ്രമാക്കി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയ ക്രൈസ്തവ സന്യാസിനിയായിരുന്നു മദർ തെരേസ. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന കത്തോലിക്ക സന്യാസി സഭ സ്ഥാപിച്ച് കൊൽക്കത്തയിലെ പാവപ്പെട്ടവരുടെയും അനാഥരുടെയും കുഷ്ഠരോഗികളുടെയും ഇടയിൽ പ്രവർത്തിച്ച മദർ തെരേസയെ പ്രസ്തുത സേവനങ്ങളുടെ പേരിൽ 1979 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നൽകി ആദരിച്ചു. മരണാനന്തരം 2016 സെപ്റ്റംബർ 4 മദർ തെരേസയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു രാജ്യാന്തര തലത്തിൽ ചേരിചേരാ നയം അവതരിപ്പിച്ചും ശ്രദ്ധ നേടിയിരുന്നു. ഗാന്ധിജിയുടെ അനുഗ്രഹാശിസ്സുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി മാറിയ ശക്തനായ നേതാവാണ് ഇദ്ദേഹം. കുട്ടികളോടുള്ള സ്നേഹത്തിനും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനുമായി ചെയ്ത സംഭാവനകൾ കണക്കിലെടുത്ത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം രാജ്യം ശിശുദിനമായി ആചരിക്കുന്നു. രാജ്യമെമ്പാടുമുള്ള കുട്ടികൾക്ക് നെഹ്റു ചാച്ചാജി ആയിരുന്നു. കണ്ടോടി കുഞ്ഞുറോട്ടെ, ഇവരെല്ലാരും സ്നേഹവും സമാധാനവും
കാരുണ്യവും അറിവും ഒക്കെ പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ലാഭവും നോക്കാണ്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവരാ ദൈവത്തിന് വേണ്ടി ആ സൽപ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തിയവരാ. സ്നേഹം നിലനിൽക്കുന്ന കുടുംബത്തിലെ ദൈവ സാന്നിധ്യം ഉണ്ടാവൂ, അനുഗ്രഹങ്ങൾ ഉണ്ടാവൂ. സ്നേഹവും സാഹോദര്യവും സമൂഹത്തിലുണ്ടായാലേ നാനത്വത്തിൽ ഏകത്വം ഉണ്ടാവൂ. അത് കാണണമെങ്കിൽ കണ്ണ് തുറന്ന് കാണണം. മനസ്സിലായ? ലോക ജനതയ്ക്ക് മാതൃകയായ ഇന്ത്യ ജാതിമത ഭേദമില്ലാതെ, വർണ്ണവിവേചനങ്ങളില്ലാതെ, ഉച്ചനീചത്വമില്ലാതെ ഒരൊറ്റ ജനത. അതാണ് ഒരൊറ്റ ഇന്ത്യ. নাচালে উপায় নাই এদেহিয়ে চেনাই চাই ন ভৰে মনে তোক নাচনি এদেহিয়ে চেনাই বহুদিন দেখা নাই ৰঙালী বিহুটি পাহৰি যোৱা নাই পৰ্বতে ভৈয়ামে নগৰে চহৰে ঢোল গুণগুণনি তালৰ কীৰ্তন বহুদিন দেখা নাই ৰঙালী বিহুটি
wanna